സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങളെ വിവരിച്ചിരിക്കുന്നത്? ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങളെ വിവരിച്ചിരിക്കുന്നത്? മൂഷകവംശം, പ്രദ്യുമ്നാഭിധേയം, ശുഗസന്ദേശം, ശിവവിലാസം. ഏതാണ് കറക്റ്റ്? ശുഗസന്ദേശമാണ്. ശുഗസന്ദേശത്തിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മയാണ് ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യ എഡിറ്റർ. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? MN റോയി ആണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് MN റോയി ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏത് സംഘടനയാണ് ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്ന് വിളിക്കുന്നത്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, സെക്യൂരിറ്റി കൗൺസിൽ, ജനറൽ അസംബ്ലി. ഏതാണ്? ജനറൽ അസംബ്ലിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏത് സംഘടനയാണ് ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്ന് വിളിക്കുന്നത്? ജനറൽ അസംബ്ലിയാണ്. താഴെ പറയുന്ന ചരിത്രകാരന്മാരിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്? സർ ജോൺ സീലിയാണ്. 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ ജോൺ സീലിയാണ്. നിലവിലെ ആസിയാന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഡോക്ടർ കാവോ കിം ഹോൺ ആണ്. ഡോക്ടർ കാവോ കിം ഹോൺ. ഇപ്പോഴത്തെ ആസിയാൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ കാവോ കിം ഹോൺ ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. പട്ടിക 1 പട്ടിക 2 കൊടുത്തിട്ടുണ്ട്. ഗുട്ടൻബർഗ്, റെപ്പിറ്റി, മൊഹോറോവിക്ക്, കോൺറാഡ്. രണ്ടാമത്തെ പട്ടികയിൽ പുറംതോടും മാൻഡിലും, മുകളിലും താഴ്ന്ന പുറംതോടിലും മാൻഡിലും കോറും, ബാഹ്യ മാൻഡിലും അകത്തെ മാൻഡിലും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഗുട്ടൻബർഗ് വരുന്നത് ഏതാണ്? മാൻഡിലിനെയും കോറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത്. റെപ്പിറ്റി ഏതാണ്? ബാഹ്യ മാൻഡിലും അകത്തെ മാൻഡിലുമാണ്. ബാഹ്യ മാൻഡിലും അകത്തെ മാൻഡിലുമാണ്. ഇത് A, ഇത് B. മൊഹോറോവയ്ക്ക് ഏതാണ്? മൊഹോറോവയ്ക്ക് പുറംതോടും മാൻഡിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വിച്ഛിന്നത. മൊഹോറോവയ്ക്ക് വിച്ഛിന്നത ഏതാണ്? പുറംതോടും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. C. കോൺറാഡ് വിച്ഛിന്നത ഏതാണ്? മുകളിലും താഴ്ന്ന പുറംതോടിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഉത്തരം വരുന്നത് B ആണ്. B. അവസാദ ശിലകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പാറകൾ വളരെ മൃദുലമാണ്. അവ പല പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് ഏതാണ്? ഇതില് എല്ലാം ശരിയാണ്. അപ്പൊ അവസാദ ശിലകൾ എന്ന് വെച്ചാൽ എന്താണ്? അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പാറകൾ വളരെ മൃദുലമാണ്. അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ്. അവ പല പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ജോഗ് വെള്ളച്ചാട്ടം കർണാടക, കപിൽധാര വെള്ളച്ചാട്ടം മേഘാലയ, ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവ. അപ്പം ഇതിൽ ഏതാണ് ശരി? ജോഗ് വെള്ളച്ചാട്ടം കർണാടകയാണ് അല്ലെ? ജോഗ് വെള്ളച്ചാട്ടം കർണാടക. കപിൽധാര വെള്ളച്ചാട്ടം എവിടെയാണ്? കപിൽധാര വെള്ളച്ചാട്ടം മേഘാലയയിലല്ല, അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് കപിൽധാര വെള്ളച്ചാട്ടം. നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവയിൽ തന്നെയാണ്. ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവയിലാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയെ
ഇന്ത്യയുടെ വൻകരയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ് പാക് കടലിടുക്കാണ് അല്ലെ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. മക്മോഹൻ ലൈൻ ഏതാണ്? ചൈനയായിട്ടാണ് അല്ലെ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മക്മോഹൻ ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ പാകിസ്ഥാനുമായിട്ടാണ് അല്ലെ. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയെ വേർതിരിക്കുന്നതാണ് റാഡ്ക്ലിഫ് ലൈന്. 10 ഡിഗ്രി ചാനലോ? 10 ഡിഗ്രി ചാനൽ ഏതാണ്? ആൻഡമാൻ ഐലൻഡിനെയും നിക്കോബാർ ഐലൻഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ആൻഡമാനും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. താഴെ പറയുന്ന കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത്? പാമ്പാറ് അല്ലെ. പാമ്പാറ്, മണിമലപ്പുഴ, ചാലിയാറ്, കുറ്റ്യാടി കൊടുത്തിട്ടുണ്ട്. പാമ്പാറാണ്. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാറ് എന്നീ 3 നദികളാണ് കേരളത്തിലുള്ള കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കബനി, ഭവാനി, പാമ്പാറ്. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ ഏത് ഗ്രഹത്തിലാണ് ക്രെപ്സ്കുലർ രശ്മി പകർത്തിയത്? ക്രെപ്സ്കുലർ രശ്മി പകർത്തിയത് ഏതാണ്? ചൊവ്വയാണ് അല്ലെ. ചൊവ്വ ഗ്രഹത്തിൽ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ ഏത് ഗ്രഹത്തിലാണ് ക്രെപ്സ്കുലർ രശ്മികൾ പകർത്തിയത്? ചൊവ്വയിലാണ്. ചൊവ്വ. ഇനി 2 പട്ടികകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ചേരുന്നത് എന്ന് നോക്കാം. സിഡ്ബി പൊതുമേഖലാ ബാങ്ക്, മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികൾ, IIFCL ധനകാര്യ സ്ഥാപനങ്ങൾ, NHB സ്വകാര്യ ബാങ്ക്. അപ്പം ഇതില് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കിയേ. സിഡ്ബി എന്താണ്? പൊതുമേഖലാ ബാങ്ക് എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. സിഡ്ബി എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ബാങ്ക് ആണോ? തെറ്റാണ് അല്ലെ. പൊതുമേഖലാ ബാങ്ക് അല്ല. ചെറുകിട വ്യവസായ വികസന ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് സിഡ്ബിയുടെ ഫുൾ ഫോം. അത് ഈ ചെറുകിട വ്യവസായ വികസനത്തിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ബാങ്കാണ്. മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികൾ അത് ശരിയാണ്. മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികളാണ്. IIFCL അതെന്താണ്? ധനകാര്യ സ്ഥാപനമാണ്. ധനകാര്യ സ്ഥാപനം, അതായത് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്നാണ്. അതായത് റോഡ്, എയർപോർട്ട്, തുറമുഖം, വൈദ്യുതി, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ഊർജം തുടങ്ങിയ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന സ്ഥാപനമാണ് IIFCL. അപ്പൊ IIFCL എന്ന് വെച്ചാൽ എന്താണ്? ധനകാര്യ സ്ഥാപനമാണ്. എന്തിനുള്ളതാണ്? റോഡ്, എയർപോർട്ട്, തുറമുഖം, വൈദ്യുതി, ഊർജം അങ്ങനെയുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യ സ്ഥാപനമാണ്. ഇനി NHB സ്വകാര്യ മേഖലാ ബാങ്ക്. NHB സ്വകാര്യ മേഖലാ ബാങ്ക് അല്ല. ഇത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണിത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതായത് RBIയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഭവന വായ്പകളൊക്കെ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് NHB എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരി എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യ, HYV വിത്തുകൾ, വളങ്ങൾ, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജ് ആണ്. 1965 കാർഷിക വില കമ്മീഷൻ രൂപീകരിച്ചത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1961 IAAP നടപ്പിലാക്കിയത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇത് നമ്മൾ ശരിയാണെന്ന് ഒരു വിചാരിക്കും. ഓടിപ്പോയി നമ്മൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും. എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവാണോ MS സ്വാമിനാഥൻ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. അപ്പൊ അതാണ് ഇവിടത്തെ തെറ്റെന്ന് പറഞ്ഞത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ശ്രദ്ധിക്കാതെ എഴുതാല് തെറ്റിപ്പോവും. അപ്പൊ 1ഉം 2ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യ, HYV വിത്തുകൾ, വളങ്ങൾ, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജ് ആണ്. 1965 കാർഷിക വില കമ്മീഷൻ രൂപീകരിച്ചത്. 1961 IAAP നടപ്പിലാക്കിയത്. ആ 3 പ്രസ്താവനകളും ശരിയാണ്. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി?
പാൽ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ GST 5%. ശരിയാണോ? പാല്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ GST എത്രയാണ്? അവയ്ക്ക് GST ഇല്ല. അതായത് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് GST ഇല്ല. പക്ഷെ പ്രോസസ്ഡ് ഫുഡ് ആണെങ്കിൽ അതിന് GST ഉണ്ട്. ഇത് പാല്, പഴങ്ങൾ, പച്ചക്കറികൾ അവയ്ക്ക് GST ഇല്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പിലാക്കി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാസ്കേഡിംഗ് ഇഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതെ, GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അല്ലെ? ഇപ്പൊ 2, 3, 4 ആണ് ഇവിടെ ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മാതൃക 1-ാം പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് മാതൃക 2-ാം പഞ്ചവത്സര പദ്ധതി, ദ്രുതഗതിയിലുള്ളതും കൂടുതൽ സമഗ്രവുമായ വളർച്ച 12-ാം പഞ്ചവത്സര പദ്ധതി, DP ധർ മാതൃക 5-ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? 1, 2, 4 എന്നിവയാണ് ശരി. ഈ മൂന്നാമത്തേതിൽ എന്താണ് തെറ്റ്? ദ്രുതഗതിയിലുള്ളതും കൂടുതൽ സമഗ്രവുമായ വളർച്ച 12-ാം പഞ്ചവത്സര പദ്ധതിയല്ല. അപ്പൊ 12-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഉള്ളതും സുസ്ഥിരവും കൂടുതൽ സമഗ്രവുമായ വളർച്ചയാണ് 12-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്. അതായത് ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് 12-ാം പഞ്ചവത്സര പദ്ധതി. ബാക്കിയൊക്കെ ശരിയാണ്. ഹരോൾഡ് ഡോമർ 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. DP ധർ മാതൃക 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 4, 1, 2 ആണ് ഇവിടെ ശരി. സാമ്പത്തിക പരിഷ്കാരങ്ങളെ സംബന്ധിച്ച തെറ്റായ വസ്തുത ഏതാണ്? BOP പ്രതിസന്ധി മറികടക്കാൻ 1991 ഇന്ത്യൻ കറൻസി, വിദേശത്തിനെതിരായ ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. വ്യാവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തുകളയും മുമ്പ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു. വിദേശ നാണ്യ വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 3 ആണ്. അതായത് BOP പ്രതിസന്ധി മറികടക്കാൻ 1991 ഇന്ത്യൻ കറൻസി, വിദേശത്തിനെതിരായി ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. അത് ശരിയാണ്. പിന്നെ മൂന്നാമത്തെയാണ് ശരി. വിദേശ നാണ്യ വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എല്ലാം ഭാഗമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? എല്ലാത്തിനും ചെയർപേഴ്സൺസിനെ പറഞ്ഞേക്കുവാണ്. ലോകബാങ്ക് അജയ് ബംഗ, ലോക കാലാവസ്ഥാ സംഘടന അൽമാൻഡൂസ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ദിനേശ്. അപ്പൊ ഇത് എല്ലാം ശരിയാണ്. ഡി ആണ് ഉത്തരം. അതായത് ലോകബാങ്കിന്റെ ചെയർപേഴ്സൺ അജയ് ബംഗയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ അൽമാൻഡൂസ് ആണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ദിനേശ് ആണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് കമ്മിറ്റിയിൽ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ആരൊക്കെയാണെന്ന് നോക്കാം. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുല്ല, ജവഹർലാൽ നെഹ്റു. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നത്? BR അംബേദ്കർ ഉണ്ട്, അല്ലെ? ചെയർമാൻ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുല്ലയുണ്ട്. വേറെ ആരൊക്കെയാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഉണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാറുണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യറുണ്ട്. പിന്നെ മുഹമ്മദ് സാദുള്ളയുണ്ട്. N ഗോപാലസ്വാമി അയ്യങ്കാറുണ്ട്. N ഗോപാലസ്വാമി അയ്യങ്കാറുണ്ട്. അയ്യരും ഉണ്ട്, അയ്യങ്കാറും ഉണ്ട്. പിന്നെ ആരാണ്? BL മിറ്റൽ ഉണ്ട്. BL മിറ്റൽ. പിന്നെ DP കെയ്ത്താനുണ്ട്. DL മിറ്റർ
രാജിവെച്ചതിനെ തുടർന്ന് വന്നതാരാണ്? എൻ മാധവറാവു ആണ്. DP കെയ്ത്താൻ മരിച്ചതിന് ശേഷം TT കൃഷ്ണമാചാരിയും വന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം, അതായത് ഭരണഘടനാ ഭേദഗതി ഏതാണ്? 368 ആണ്. എങ്ങനെ ഏത് രീതിയിലാണ് അത് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എങ്ങനെയാണ് ചെയ്യുന്നത്? 368 ഭേദഗതി ചെയ്യാൻ എന്താണ് വേണ്ടത്? സ്പെഷ്യൽ നടപടിക്രമം വഴിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി വേണം അല്ലെ? 368 ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക? രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇതിൽ ആർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യാൻ സാധിക്കുക? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണെങ്കിലും നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ രാഷ്ട്രപതിക്കാണുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് കോ വാറന്റോയുടെ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അടിസ്ഥാനമല്ലാത്തത്? ഓഫീസ് പൊതുവായിരിക്കണം, അത്തരം ഓഫീസിൽ തന്റെ അവകാശവാദം പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം, ഭരണഘടനാ പ്രകാരമോ ചട്ടപ്രകാരമോ ഓഫീസ് സൃഷ്ടിച്ചിരിക്കണം. അപ്പം കോ വാറന്റോ എന്ന് വെച്ചാൽ എന്താണ്? ഓഫീസ് പൊതുവായിരിക്കണം. പിന്നെന്താണ്? അത്തരം ഓഫീസിൽ തന്റെ അവകാശവാദം പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം, ഭരണഘടനാ പ്രകാരമോ ചട്ടപ്രകാരമോ ഓഫീസ് സൃഷ്ടിച്ചിരിക്കണം. അതില് ബന്ധമില്ലാത്തത് എന്താണ്? കേസിൽ പൊതു താല്പര്യത്തിന് അടിസ്ഥാനമില്ല. അപ്പം ഇതാണ് D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? 29, 30, 32, 34. ഓപ്ഷൻ എ ആണ് ഉത്തരം. 29 ഐറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്താണ്? പഞ്ചായത്തി രാജാണ് അല്ലെ? പഞ്ചായത്തി രാജാണ്. അതില് 21 ഐറ്റംസ് ആണ് ഉള്ളത്. പന്ത്രണ്ടാം ഷെഡ്യൂൾ എന്താണ്? 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റി ആണ് അല്ലെ? മുനിസിപ്പാലിറ്റി, നഗരപാലികയെ പറ്റി പറയുന്നു. നഗരപാലികയിൽ എത്ര ഐറ്റംസ് ആണുള്ളത്? 18 ഐറ്റംസ് ആണ് ഉള്ളത്. 74 അമെന്റ്മെന്റ്, പഞ്ചായത്ത് രാജിന്റെ 73ാം അമെന്റ്മെന്റ് ആണ്. അപ്പോൾ പഞ്ചായത്ത് രാജില് 29 ഐറ്റംസും നഗരപാലികയിൽ 18 ഐറ്റംസും ആണുള്ളത്. നഗരപാലികയിൽ 18 ഐറ്റംസ്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? എത്രാമത്തെ ഭേദഗതിയാണ്? 54, 91, 86, 97. 91ാം ഭേദഗതിയാണ്. കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്ന ഭേദഗതി 91 ആണ്. ഇരട്ട അപകടത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ. ഇരട്ട അപകടം എന്ന് ഉദ്ദേശിക്കുന്നത് ഡബിൾ ജിയോപാർഡി ആണ്. ഡബിൾ ജിയോപാർഡി. ഡബിൾ ജിയോപാർഡി ആണ് ഉദ്ദേശിക്കുന്നത്. അത് ആർട്ടിക്കിൾ 20 ആണ്. ഡബിൾ ജിയോപാർഡിയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 20 ആണ്. അതായത് ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ടറൽ കോളേജ് അല്ലാത്തത്, അല്ലെങ്കിൽ ഇലക്ടറൽ കോളേജിൽ അംഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ട് അല്ലെ? ഇലക്ടറൽ കോളേജിലുണ്ട്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലുണ്ട്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലുണ്ട്. ഓരോ സംസ്ഥാനത്തെയും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും എന്താണ്? ഇലക്ടറൽ കോളേജിലുണ്ട്. അപ്പൊ ഇല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഇല്ലാത്തത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളല്ല. 2022 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? മാർഗരറ്റ് ആൽവയാണ്. മാർഗരറ്റ് ആൽവ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? KSDMA ഒരു നിയമപരവും സ്വയംഭരണാധികാരമുള്ളതുമായ സ്ഥാപനമാണ്. കേരള മുഖ്യമന്ത്രിയാണ് KSDMAയുടെ ചെയർമാൻ. ചീഫ് സെക്രട്ടറിയാണ് KSDMAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി
KSDMA വകുപ്പ് മേധാവിയാണ്. അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അല്ലെ KSDMA എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 2, 3, 4 എന്നിവ ശരിയാണ്. 2, 3, 4 അതായത് ഏതൊക്കെയാണ് ശരി? കേരള മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, അത് ശരിയാണ് അല്ലെ? കേരള മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ചീഫ് സെക്രട്ടറിയാണ് KSDMA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതും ശരിയാണ്, ചീഫ് സെക്രട്ടറി ആണ്. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് റവന്യൂ മന്ത്രി. അപ്പൊ ഇതിലെ തെറ്റെന്താണ്? KSDMA ഒരു നിയമപരവും സ്വയംഭരണ അധികാരമുള്ളതുമായ സ്ഥാപനമാണ്. ഇത് തെറ്റാണ്. ഇതിനങ്ങനെ സ്വയംഭരണ അധികാരമൊന്നുമില്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു ഏജൻസിയാണ് KSDMA എന്ന് പറയുന്നത്. 2007 മെയ് 4-നാണ് നിലവിൽ വന്നത്. 2007 മെയ് 4-ന് നിലവിൽ വന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ൽ നീതി ആയോഗ് ആരംഭിച്ച 4-ാം റൗണ്ട് ആരോഗ്യ സൂചികയുടെ കാര്യത്തിൽ എന്താണ് സത്യമായിട്ടുള്ളത് നോക്കാം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ കേരളം 1-ാം റാങ്കിലുള്ള സംസ്ഥാനമായി മാറി. അത് ശരിയാണ് അല്ലെ? മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ കേരളം 1-ാം റാങ്കിലുള്ള സംസ്ഥാനമായി മാറി. തമിഴ്നാടും തെലങ്കാനയും ആരോഗ്യരംഗത്ത് രണ്ടാമതും മൂന്നാമതും ആയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളാണ്, അതും ശരിയാണ്. 2019-20 ആയിരുന്നു ആരോഗ്യ സൂചികയുടെ റഫറൻസ് കാലയളവ്, അതും ശരിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഉത്തരം സി ആണ്. 1, 2, 3. സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറിയും സർക്കാരിന്റെ പരാതികൾ പരിഹാരവും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. നിലവിൽ വന്നത് 2012-ലാണ്. സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറിയും സർക്കാരിന്റെ പരാതികളും പരിഹാരവും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. നിലവിൽ വന്നത് 2012. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത്, അതായത് 1758 മുതൽ 1798 വരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം. തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി ഓഫീസർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദിവാൻ എന്നാണ് അല്ലെ? ദിവാൻ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം 1758 മുതൽ 1798 വരെയാണ്. 40 വർഷക്കാലമാണ്. അതായത് ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെടും, കിഴവൻ രാജ, ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവാണ്. അപ്പം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെട്ടിരുന്നത് ദിവാൻ എന്നാണ്. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബന്ധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കാനുമായിട്ട് തുടങ്ങിയത്? ഏത് പദ്ധതിയാണ്? തണലാണ്. തണൽ. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബന്ധിതരായ കുട്ടികൾക്ക് സഹായം നൽകുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങിയത്? തണൽ എന്ന പദ്ധതിയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ. കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴില് ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം തോന്നയ്ക്കൽ. മനുഷ്യരക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹക എക്സോസ്റ്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിന്റെ പേരാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മനുഷ്യരക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹന എക്സോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണം, അതായത് വാഹനത്തിന്റെ പുകയിലൊക്കെ അടങ്ങിയിരിക്കുന്ന എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ? കാർബൺ മോണോക്സൈഡ്. പ്രകാശം പുറന്തള്ളാനുള്ള കഴിവുള്ള ജീവികളുടെ സവിശേഷ സ്വത്താണ് ബയോലൂമിനൻസ്. ബയോലൂമിനൻസ് കഴിവുള്ള ഒരു ജീവിയുടെ പേര് സ്റ്റെനോപ്ലാനയാണ്. സ്റ്റെനോപ്ലാന. ബയോലൂമിനൻസ് കഴിവുള്ള ഒരു ജീവിയാണ് സ്റ്റെനോപ്ലാന.
mRNA വിവർത്തനം അവസാനിപ്പിക്കുന്നതിന് സ്റ്റോപ്പ് കോഡോണുകൾ വളരെ അത്യാവശ്യമാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കോഡൺ തിരഞ്ഞെടുക്കുക. AUG, UAG, UCG, UUG. ഇതിൽ ഏതാണ് സ്റ്റോപ്പ് കോഡൺ? ബി ആണ്, UAG ആണ് സ്റ്റോപ്പ് കോഡൺ. 3 സ്റ്റോപ്പ് കോഡണുകളാണുള്ളത്, 3 എണ്ണമാണുള്ളത്. അതിൽ ഒന്ന് UAA, പിന്നെ ഒന്ന് UAG ആണ്. UAG ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന UAG. പിന്നെ ഒന്ന് UGA ആണ്. UGA. ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. UGA. അപ്പൊ ഇത് ഓക്കർ എന്നറിയപ്പെടുന്നു. UAA എന്നുള്ളത് ഓക്കർ ആണ്. UAG അംബർ എന്ന് പറയും, അംബർ. UGA ഒപ്പാലാണ്. ഇങ്ങനെ 3 എണ്ണമാണ് വിവർത്തനം, mRNA വിവർത്തനം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്റ്റോപ്പ് കോഡൺ എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. ഇത് പ്രോട്ടീൻ ഉൽപാദനം നിർത്താൻ സഹായിക്കുന്നതാണ് ഈ സ്റ്റോപ്പ് കോഡൺ എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിന്റെ സാധാരണ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് ECG ഉപയോഗിക്കുന്നു. ഒരു ECG തരംഗങ്ങൾ പ്രധാനമായും P തരംഗം, QRS കോംപ്ലക്സ്, T തരംഗം എന്നിങ്ങനെ 3 തരംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. QRS കോംപ്ലക്സ് ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എന്തിനെയാണ്? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷനെയാണ് QRS കോംപ്ലക്സ് പ്രതിനിധീകരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്ലാസ്മോഡിയം എന്ന രോഗകാരി മനുഷ്യരിൽ മലേറിയ രോഗം പരത്തുന്നു. ഈ ജീവി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പ്രോട്ടോസോവയാണ്, അല്ലെ? പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. വൃത്തിയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിൽ മെർക്കുറി ഗോളാകൃതി സ്വീകരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം എന്താണ്? അതിന്റെ പ്രതല ബലമാണ്. പ്രതല ബലം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രതല ബലമാണ്. അതായത് വൃത്തിയുള്ള ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിൽ മെർക്കുറി ഗോളാകൃതി സ്വീകരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം എന്താണ്? പ്രതല ബലം. മൈക്രോവേവ്, അൾട്രാവയലറ്റ് കിരണങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്നിവ അവരുടെ ഊർജത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. എങ്ങനെയാണ്? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവുകൾ, ഇൻഫ്രാറെഡ് രശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം വരുന്നത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവുകൾ, ഇൻഫ്രാറെഡ് രശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്നിങ്ങനെയാണ് വരുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒരു വസ്തു നീങ്ങുമ്പോൾ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കും? വർദ്ധിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒരു വസ്തു നീക്കുമ്പോൾ അതിന്റെ ഭാരം വർദ്ധിക്കുന്നു. ഒരു ക്രിക്കറ്റ് പന്ത് തിരശ്ചീനമായി 45 ഡിഗ്രി കോണിലേക്ക് എറിയുന്നു. പന്ത് പരമാവധി ഉയരത്തിലായിരിക്കുമ്പോൾ അതിന്റെ പ്രവേഗവും ത്വരണവും തമ്മിലുള്ള കോൺ എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. അതായത് ഒരു ക്രിക്കറ്റ് പന്ത് തിരശ്ചീനമായി 45 ഡിഗ്രി കോണിലേക്ക് എറിയുന്നു. പന്ത് പരമാവധി ഉയരത്തിലായിരിക്കുമ്പോൾ പ്രവേഗവും ത്വരണവും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ലോഹങ്ങൾ നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്, അല്ലെ? ലോഹങ്ങൾ നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അതായത് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹം ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈഡ്രജൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാർബണിന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12 കാർബൺ 13 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാർബൺ 12 കാർബൺ 13 ആണ് കാർബണിന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. വാതകങ്ങൾ 0 വോളിയം ഉൾപ്പെടുന്ന സാങ്കല്പിക താപനില അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് വാതക നിയമം അനുസരിച്ചാണ് അത് വരുന്നത് എന്ന് നോക്കാം. ഏതാണ്? ചാൾസ് നിയമമാണ്, അല്ലെ? വാതകങ്ങൾ 0 വോളിയം ഉൾപ്പെടുന്ന, അതായത് അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് വാതക നിയമമാണ്? ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം. ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ഉത്തര സ്വയംവരം, ഇരയിമൻ തമ്പി, കല്യാണ സൗഗന്ധികം, കോട്ടയം തമ്പുരാൻ, സീതാ സ്വയംവരം, കൊട്ടാരക്കര തമ്പുരാൻ, ദക്ഷയാഗം,
ഉണ്ണായി വാര്യർ. അപ്പം നോക്കാം. ഉത്തരാ സ്വയംവരം എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്, അത് ശരിയാണ്. കല്യാണ സൗഗന്ധികം രചിച്ചത് കോട്ടയം തമ്പുരാനാണ്, അത് ശരിയാണ്. സീതാ സ്വയംവരം കൊട്ടാരക്കര തമ്പുരാനാണ്, അത് ശരിയാണ്. ദക്ഷയാഗം ഉണ്ണായി വാര്യരാണോ? അല്ല. ദക്ഷയാഗം രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ദക്ഷയാഗം എന്ന ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് സത്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത്? മോഹിനിയാട്ടം ലാസ്യ ശൈലി പിന്തുടരുന്നു, അത് ശരിയാണ്. മോഹിനിയാട്ടത്തില് ലാസ്യമാണ്. മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാം, ശരിയാണ്. മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാം. മോഹിനിയാട്ടത്തെ ചൊല്ലുകേട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വടിവേലുവാണ്, അത് ശരിയാണ്. മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനും ജനകീയമാക്കുന്നതിനും സഹായിച്ച അല്ലെങ്കിൽ വ്യക്തിയാണ് കനക് രേലെ, അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഏതാണ് ശരി നോക്കാം. മയൂഖ ജോണി ബാഡ്മിന്റൺ, ജിമ്മി ജോർജ് വോളിബോള്, രാജ വെങ്കിട്ടരാമൻ ബാസ്കറ്റ്ബോള്, ദിനേശ് നായക് കബഡി. അപ്പൊ ശരിയായിട്ടുള്ളത് ജിമ്മി ജോർജ് വോളിബോള്, അതാണ് ശരിയായിട്ടുള്ളത്, ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യം. താഴെ പറയുന്ന ചിത്രങ്ങളിൽ സത്യജിത് റേ സംവിധാനം ചെയ്യാത്ത സിനിമ ഏത്? സത്യജിത് റേ സംവിധാനം ചെയ്യാത്ത സിനിമ ഏക് ദിൻ പ്രതിദിൻ ആണ്, ഏക് ദിൻ പ്രതിദിൻ. അപ്പം സത്യജിത് റേയുടെ സിനിമകളാണ് ജലസാഗർ, ചാരുലത, നായക് എന്നിവ സംവിധാനം ചെയ്തത് സത്യജിത് റേ ആണ്.